നമസ്കാരം. എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് അടുത്തിടെ ചില ബാലസാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. എല്ലാ പുരസ്കാരങ്ങളും ഒരു PSC ഉദ്യോഗാർത്ഥി തീർച്ചയായും പഠിച്ചിരിക്കേണ്ടതാണ്. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കിടക്കാം. ബാലസാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചു. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2024 ബാലസാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അപ്പോൾ ഏത് വർഷത്തേതാണ് പ്രഖ്യാപിച്ചത്? 2024 2024 ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബാലസാഹിത്യ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. വ്യത്യസ്ത വിഭാഗങ്ങളിലായി 7 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. കഥ നോവൽ വിഭാഗത്തിൽ വിമീഷ് മണിയൂർ ഭൂതം എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. കഥ നോവൽ വിഭാഗത്തിൽ പുരസ്കാരം നേടിയിരിക്കുന്നത് വിമീഷ് ആണ്. വിമീഷ് മണിയൂർ ഭൂതം എന്ന ഒരു കൃതിക്കാണ് കഥാ നോവൽ വിഭാഗത്തിൽ വിമീഷ് മണിയൂറിന് പുരസ്കാരം ലഭിച്ചത്. കവിതാ വിഭാഗത്തിൽ ലഭിച്ചത് പ്രേമജ ഹരീന്ദ്രന് പൂമാല എന്ന കവിതയ്ക്കാണ് പുരസ്കാരം. അപ്പോൾ പ്രേമം കൂടുമ്പോൾ ഒരു പൂമാലയൊക്കെ നമുക്ക് ചാർത്താം. അപ്പോൾ പ്രേമജ ഹരീന്ദ്രനാണ് കവിതാ വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹയായത്. പൂമാല എന്ന കവിതയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. വൈജ്ഞാനിക വിഭാഗത്തിൽ ഡോക്ടർ ബി പത്മകുമാർ പാഠം 1 ആരോഗ്യം. എന്താണ്? വൈജ്ഞാനിക വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ബി പത്മകുമാറിനാണ്. പാഠം 1 ആരോഗ്യം എന്ന രചനയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഏതാണ്? പാഠം 1 ആരോഗ്യം. ഒരു ഡോക്ടറിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യ പാഠങ്ങൾ തന്നെ അദ്ദേഹം പഠിപ്പിക്കട്ടെ. വൈജ്ഞാനിക വിഭാഗത്തിലാണ് ഡോക്ടർ ബി പത്മകുമാർ. പാഠം 1 ആരോഗ്യം. ശാസ്ത്ര വിഭാഗത്തിൽ പ്രഭാവതി മേനോൻ ശാസ്ത്ര വികൃതികൾ സുകൃതികൾ കെടുതികൾ എന്ന കൃതിക്കാണ് പുരസ്കാരം. എന്താണ്? ശാസ്ത്ര വികൃതികൾ സുകൃതികൾ കെടുതികൾ എന്ന കൃതിക്കാണ് പ്രഭാവതി മേനോന് ശാസ്ത്ര വിഭാഗത്തിലെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ നെത്തല്ലൂർ ഹരികൃഷ്ണൻ. ആരാണ്? ഡോക്ടർ നെത്തല്ലൂർ ഹരികൃഷ്ണൻ. കുട്ടികളുടെ എഴുത്തച്ഛൻ എന്ന കൃതിക്കാണ്. ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ. അപ്പൊ നമുക്ക് ചോദ്യം വരാം, കുട്ടികളുടെ എഴുത്തച്ഛൻ എഴുതിയത് ആരാണ്? ഡോക്ടർ നെത്തല്ലൂർ ഹരികൃഷ്ണനാണ് കുട്ടികളുടെ എഴുത്തച്ഛൻ എഴുതിയത്. വിവർത്തനം അല്ലെങ്കിൽ പുനരാഖ്യാനം വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ഡോക്ടർ സംഗീത പേനംപുള്ളി. ആരാണ്? ഡോക്ടർ സംഗീത ചേനമ്പുള്ളി. വെള്ളത്തിന് നനവുണ്ടായതെങ്ങനെ? നല്ല ചോദ്യമല്ലേ? വെള്ളത്തിന് നനവുണ്ടായതെങ്ങനെ എന്ന കൃതി വിവർത്തനം ചെയ്തതിനാണ് ഡോക്ടർ സംഗീത ചേനമ്പുള്ളിക്ക് മികച്ച വിവർത്തനം അല്ലെങ്കിൽ പുനരാഖ്യാന വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. നാടക വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് KM ഹാജറയ്ക്കാണ്. സാക്ഷി എന്ന നാടകത്തിന്. ആരാണ്? KM ഹാജറ സാക്ഷി എന്ന നാടകത്തിന്. 20,000 രൂപയും പ്രശസ്തി പത്രവും മൊമന്റവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം. ഇപ്പൊ വിതരണ തീയതിയൊന്നും അറിയിച്ചിട്ടില്ല, അത് വിതരണം ചെയ്തിട്ടില്ല. 20,000 രൂപയും പ്രശസ്തി പത്രവും മൊമന്റവും അടങ്ങുന്നതാണ് പുരസ്കാരം. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ പള്ളിയറ ശ്രീധരനാണ്. ആരാണ്? പള്ളിയറ ശ്രീധരനാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ. ആരാണ്? പള്ളിയറ ശ്രീധരൻ. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണം തളിർ. ഏതാണ്? തളിർ. ഇത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ, അതായത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു 90 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തെ ഫുൾ തളിർ മാസിക നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ വാങ്ങാനാവുമായിരുന്നു. ഞാൻ വാങ്ങിയിട്ടുണ്ട്. ചുമ്മാ വെറുതെ ഒരു ആവശ്യത്തിന് വാങ്ങിയതാണ്. അതായത് എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ വാങ്ങിയപ്പോൾ എനിക്ക് ഒരു കൊതി, എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും വാങ്ങിയതാണ്. ഇതിൽ കൊച്ചു കവിതകളും കഥകളും ഒക്കെ ഉണ്ടാവും. നല്ലൊരു പ്രസിദ്ധീകരണം തന്നെയാണ്. പക്ഷെ അന്നത്തെ കാലത്ത് അതെനിക്ക് വലിയ ഉപകാരമൊന്നും ചെയ്തിട്ടില്ല. കേരള സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ 1981 സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. അപ്പോൾ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് എന്നാണ്? 1981 കേരള സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്,
2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. എന്താണ് വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട്? ഏത് സിറ്റിയാണ് ഏറ്റവും നല്ല എയർ ക്വാളിറ്റി ഉള്ളത്, അല്ലെങ്കിൽ ഏത് സിറ്റിയാണ് ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ടിട്ടുള്ളത്? ഇതൊക്കെയാണ് ഈ റിപ്പോർട്ടിലൂടെ നമുക്ക് ലഭിക്കുന്നത്. 2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായുവിന്റെ ഗുണനിലവാരത്തിൽ ഇന്ത്യ 5ാം സ്ഥാനത്ത്. വായുവിന്റെ ഗുണനിലവാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5 ആണ്. വായു മലിനീകരണം രൂക്ഷമായ 20 നഗരങ്ങളിൽ 13 എണ്ണവും എവിടെയാണുള്ളത്? നമ്മുടെ ഇന്ത്യയിലാണുള്ളത്. വായു മലിനീകരണം രൂക്ഷമായ ഏറ്റവും മികച്ച 20 നഗരങ്ങളിൽ 13 എണ്ണവും എവിടെയാണുള്ളത്? ഇന്ത്യയിലാണുള്ളത്. സ്വിസ് എയർ ടെക്നോളജിയാണ് ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് പുറത്തുവിട്ടത്. ആരാണ് പുറത്തുവിട്ടത്? സ്വിസ് എയർ ടെക്നോളജിയാണ് ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇപ്പോൾ വായു മലിനീകരണം രൂക്ഷമായ 20 നഗരങ്ങളിൽ 13 എണ്ണവും എവിടെയുണ്ട്? നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഏറ്റവും മലിനവായുവുള്ള തലസ്ഥാനം, ലോകത്തിലെ ഏറ്റവും മലിനവായുവുള്ള തലസ്ഥാനം നമ്മുടെ ഇന്ത്യയുടെ തന്നെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയാണ് ഏറ്റവും മലിനവായുവുള്ള തലസ്ഥാനം. മേഘാലയയിലെ ബർണിഹാട്ട് പട്ടണത്തിലാണ് ലോകത്തിലെ ഏറ്റവും മോശമായ വായു നിലവാരമുള്ളത്. മേഘാലയയിലെ ബർണിഹാട്ട് പട്ടണത്തിലാണ് ലോകത്തിലെ ഏറ്റവും മോശമായ വായു നിലവാരം. 2ാം സ്ഥാനം ഡൽഹിക്കാണ്. അപ്പോൾ ഒരു പട്ടണത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 1ാം സ്ഥാനത്ത് മേഘാലയയിലെ ബർണിഹാട്ട് നിൽക്കുമ്പോൾ 2ാം സ്ഥാനത്ത് ഡൽഹി നിൽക്കുന്നു. തലസ്ഥാനങ്ങളുടെ കാര്യത്തിൽ നോക്കിയാൽ ഏറ്റവും മലിനവായുവുള്ള തലസ്ഥാനം ഏത് തന്നെയാണ്? ഡൽഹിയാണ്. പ്രപഞ്ച രഹസ്യം തേടി നാസയുടെ ദൗത്യം. പ്രപഞ്ചത്തിന്റെ ഉത്ഭവം ഉൾപ്പെടെയുള്ള രഹസ്യങ്ങൾ അറിയാനായി നാസയുടെ സ്പിയറക്സ് ടെലിസ്കോപ്പ് ദൗത്യം യാത്ര തിരിച്ചു. ഏതാണ് സ്പിയറക്സ് ടെലിസ്കോപ്പ് ദൗത്യം? എന്തിനാണ്? പ്രപഞ്ചത്തിന്റെ ഉത്ഭവം ഉൾപ്പെടെയുള്ള രഹസ്യങ്ങൾ അറിയാൻ. 2 വർഷം നീളുന്നതാണ് ഈ ദൗത്യം. എത്രയാണ്? 2 വർഷം വരെ നീളുന്നതാണ് ഈ ദൗത്യം. കാലിഫോർണിയയിൽ നിന്ന് സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിലായിരുന്നു ദൗത്യത്തിന്റെ വിക്ഷേപണം. ഏതായിരുന്നു? ഫാൽക്കൺ 9. കാലിഫോർണിയയിൽ നിന്നും സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിലായിരുന്നു ദൗത്യത്തിന്റെ വിക്ഷേപണം. ഒരു വലിയ മെഗാഫോണിനെ അനുസ്മരിപ്പിക്കുന്ന രൂപമുള്ള ദൗത്യം പ്രപഞ്ചത്തിന്റെ ഒരു ത്രിമാന മാപ്പ് സൃഷ്ടിക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കും. 45 കോടി താരസമൂഹങ്ങൾ, ക്ഷീരപഥത്തിലെ 10 കോടി നക്ഷത്രങ്ങൾ എന്നിവയിൽ നിരീക്ഷണ പഠനം നടത്തിയ ശേഷമാകും ഇത്. അപ്പോൾ എന്താണ് അവർ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒരു വലിയ മെഗാഫോണിനെ അനുസ്മരിപ്പിക്കുന്ന രൂപമുള്ള ദൗത്യം പ്രപഞ്ചത്തിന്റെ ഒരു ത്രിമാന മാപ്പ് സൃഷ്ടിക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു. എന്താണ്? ഒരു മെഗാഫോണിന്റെ അനുസ്മരിപ്പിക്കുന്ന രൂപമാണ് ഈ ദൗത്യത്തിനുള്ളത്. ഇത് പ്രപഞ്ചത്തിന്റെ, ഭൂമിയുടെ അല്ല, പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു 3D സൃഷ്ടിക്കാനായിട്ട് ശാസ്ത്രജ്ഞരെ സഹായിക്കും. ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ 45 കോടി താരസമൂഹങ്ങളെയും ക്ഷീരപഥത്തിലെ 10 കോടി നക്ഷത്രങ്ങളിലുമൊക്കെ ഇവർ നിരീക്ഷണ പഠനം നടത്തുന്നു. പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന് തുടക്കമിട്ട് 1380 കോടി വർഷം മുൻപ് സംഭവിച്ച ബിഗ് ബാങ് സ്ഫോടനത്തിന് ശേഷം പ്രപഞ്ചം പെട്ടെന്ന് വികസിച്ചു എന്നാണ് പറയുന്നത്. 1380 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ബിഗ് ബാങ് സ്ഫോടനം നടന്നത്. അതിനുശേഷം പ്രപഞ്ചം വളരെ പെട്ടെന്ന് അങ്ങ് വികസിച്ചു. കോസ്മിക് ഇൻഫ്ലേഷൻ എന്തെന്നാണ് ആ പെട്ടെന്നുള്ള വികാസത്തെ അറിയപ്പെടുന്നത്? കോസ്മിക് ഇൻഫ്ലേഷൻ എന്നറിയപ്പെടുന്ന ഈ ഘട്ടത്തിൽ എന്ത് സംഭവിച്ചെന്നത് സ്പിയറക്സിന്റെ അന്വേഷണ വിഷയമാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ബിഗ് ബാങ്ങിന് ശേഷം ഒരു കാലഘട്ടത്തിൽ പ്രപഞ്ചം പെട്ടെന്നൊരു വികാസമാണ് ഉണ്ടായത്. ആ ഘട്ടമാണ് കോസ്മിക് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഈ കോസ്മിക് ഇൻഫ്ലേഷൻ ഈ ഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതാണ് നമ്മുടെ സ്പിയറക്സിന്റെ അന്വേഷണ വിഷയം. സൗരയൂഥത്തിന് പുറത്തുള്ള ഇന്റർസ്റ്റെല്ലാർ മേഖലയിലെ പൊടിപടലങ്ങളിൽ ജലമുണ്ടോ എന്നും ദൗത്യം അന്വേഷിക്കും. അപ്പോൾ സൗരയൂഥത്തിന് പുറത്തുള്ള ഇന്റർസ്റ്റെല്ലാർ മേഖലയിലുള്ള പൊടിപടലങ്ങളിൽ ജലമുണ്ടോ എന്ന് നോക്കണം. അവിടെയൊക്കെ ജീവന്റെ കണികകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടോ? ഈ ദൗത്യത്തിനൊപ്പം 4 ചെറിയ ഉപഗ്രഹങ്ങളും വിക്ഷേപിച്ചിട്ടുണ്ട്. എത്ര എണ്ണമാണ്? 4. ഇതിന്റെ ഒപ്പം 4 ചെറിയ ഉപഗ്രഹങ്ങളും വിക്ഷേപിച്ചിട്ടുണ്ട്.
സൂര്യന്റെ അന്തരീക്ഷം, സൗരവാതം എന്നിവ പഠിക്കാനാണ് ഈ ചെറിയ 4 ഉപഗ്രഹങ്ങളെ കൂടി വിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ ദൗത്യവും കൂടെ ഒരു ചെറിയ ദൗത്യമൊന്നുമല്ല, പക്ഷെ ഈ വലിയ ദൗത്യത്തെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ചെറിയ ദൗത്യം എന്താണ്? സൂര്യന്റെ അന്തരീക്ഷം, സൗരവാതം എന്നിവയെ പറ്റി പഠിക്കുക. വർണ്ണപ്പകിട്ട്. സംസ്ഥാനതല വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് തിരുവനന്തപുരം കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ. അപ്പൊ എന്താണ് വർണ്ണപ്പകിട്ട്? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് ആണ്, ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഫെസ്റ്റ്. 4ാമത് വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് ആണ് ആരംഭിക്കാനിരിക്കുന്നത്. ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ ഈ നോട്ട് തയ്യാറാക്കിയ സമയത്ത് ആരംഭിക്കാനിരിക്കുകയായിരുന്നു. അപ്പൊ എന്താണ്? 4ാമത് വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ ഫെസ്റ്റിവൽ ആണ് നടക്കുന്നത്. കനകക്കുന്നിൽ തന്നെയാണ് സമാപനം. എവിടെയാണ് സമാപനം? കനകക്കുന്നിൽ. വർണ്ണപ്പകിട്ട് ഫെസ്റ്റിന്റെയും ട്രാൻസ്ജെൻഡേഴ്സിനായുള്ള അനന്യം കലാസംഘത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും. ഇപ്പൊ എന്തിന്റെയൊക്കെയാണ്? ഒന്ന് വർണ്ണപ്പകിട്ട് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം, വേറെന്താണ്? ട്രാൻസ്ജെൻഡേഴ്സിനായുള്ള അനന്യം പദ്ധതി. ഈ 2 പദ്ധതി, വർണ്ണപ്പകിട്ടും അനന്യം പദ്ധതിയും, അനന്യം പദ്ധതിയല്ല അനന്യം കലാസംഘം, വർണ്ണപ്പകിട്ട് ഫെസ്റ്റും അനന്യം കലാസംഘത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുന്നു. ആര്? നമ്മുടെ മന്ത്രി ആർ ബിന്ദു. അനന്യം ലോഗോയും സുവനീറും മന്ത്രി പ്രകാശിപ്പിക്കും. VK പ്രശാന്ത് MLA അധ്യക്ഷനാകും. തുടർന്ന് അനന്യം കലാസംഘത്തിന്റെ കലാവിരുന്നത്. ഇതാണ് ആ ലോഗോയൊക്കെ പ്രദർശിപ്പിക്കുന്ന ചിത്രം. അപ്പൊ ഇതിന്റെ അരങ്ങേറ്റം 17-ാം തീയതിയായിരുന്നു. പകൽ 11 മുതൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള ട്രാൻസ്ജെൻഡേഴ്സിന്റെ കലാപരിപാടികൾ നടക്കും. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കും. വരും വർഷങ്ങളിൽ പുതിയ രൂപഭാവങ്ങളോടെ വിപുലമായ ഫെസ്റ്റ് നടത്തുമെന്നാണ് മന്ത്രി പറഞ്ഞത്. അപ്പോൾ ഇത് ഈ ഫെസ്റ്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ ജില്ലകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ജെൻഡേഴ്സ് വന്ന് അവരുടെ കലാപരിപാടികളൊക്കെ നടത്തി അവരിൽ മികവ് പ്രകടിപ്പിച്ചവരെ ആദരിക്കുകയൊക്കെ ചെയ്യുകയാണ് ഈ ഫെസ്റ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സ്കൂൾ കലോത്സവ മാതൃകയിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി കോഴിക്കോട്, അപ്പൊ ഇത്തവണ നടന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ്, കോഴിക്കോട് ജില്ലയിൽ വെച്ച് വർണ്ണപ്പകിട്ട് 2025-26 നടക്കും. അപ്പൊ 2025-26 വർണ്ണപ്പകിട്ടിന് വേദിയാകാൻ പോകുന്നത് കോഴിക്കോടാണ്. ഇത് സ്കൂൾ കലോത്സവ മാതൃകയിലാണ് നടത്താൻ പോകുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിന്റെ ക്ഷേമം മുൻനിർത്തി നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ വിപുലമായ പ്രവർത്തന രേഖ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രഥമ പരിഗണന നൽകേണ്ട പ്രവർത്തനങ്ങൾ ഈ സാമ്പത്തിക വർഷം തന്നെ പരിഗണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റു ചില ആനുകാലിക വാർത്തകൾ നോക്കാം. ദളിത് ചിന്തകനും എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ KK കൊച്ച് അന്തരിച്ചു. ആരാണ്? ദളിത് ചിന്തകനും എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ KK കൊച്ച് അന്തരിച്ചു. കേരള ചരിത്രവും സമൂഹ രൂപീകരണവും, ദളിത് പാഠം, കലാപവും സംസ്കാരവും, ദേശീയതയ്ക്കൊരു ചരിത്രപാഠം മുതലായ കൃതികൾക്ക് പുറമെ ആത്മകഥയായ ദളിതൻ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഈ ദളിതൻ ഏറെ ശ്രദ്ധ നേടിയ ഒരു കൃതിയാണ്, അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ആരുടെ ആത്മകഥയാണ് ദളിതൻ? KK കൊച്ചിന്റെ ആത്മകഥയാണ് ദളിതൻ. അദ്ദേഹത്തിന്റെ മറ്റ് കൃതികൾ ഏതൊക്കെയാണ്? കേരള ചരിത്രവും സമൂഹ രൂപീകരണവും, ദളിത് പാഠം, ഏതാണ്? ദളിത് പാഠം, കലാപവും സംസ്കാരവും, ദേശീയതയ്ക്കൊരു ചരിത്രപാഠം, ഏതാണ്? ദേശീയതയ്ക്കൊരു ചരിത്രപാഠം. ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ്. KK കൊച്ചിന്റെ ആത്മകഥയായിരുന്നു ദളിതൻ. അതാണ് ആത്മകഥ. ഏതാണ്? ദളിതൻ. ബുക്ക് വാങ്ങാൻ ATM. ബുക്ക് വാങ്ങാൻ സംസ്ഥാനത്തെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചു. എവിടെയാണ്? കൈരളി തിയേറ്ററിലാണ് സംസ്ഥാനത്തെ ആദ്യ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത്. അപ്പോൾ ബുക്ക് വാങ്ങാനുള്ള ഒരു ATM സ്ഥാപിച്ചു. എവിടെയാണ്? കൈരളി തിയേറ്ററിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത്. അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് താരമാണ് സയ്യിദ് ആബിദ് അലി. ആരാണ്? സയ്യിദ് ആബിദ് അലിയാണ് അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് താരം. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് ഏതാണ്? വർണ്ണപ്പകിട്ട്. നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഇന്ത്യയിലെ ആദ്യ നിയമ സെക്രട്ടറിയായി നിയമിതയായ വനിതയാര്? ഇന്ത്യയിലെ ആദ്യ നിയമ സെക്രട്ടറിയായി നിയമിതയായ വനിതയാണ് അഞ്ജു രാധി റാന. ആരാണ്? അഞ്ജു രതി റാന. ഇന്ത്യയിലെ ആദ്യ നിയമ സെക്രട്ടറിയായി നിയമിതയായ വനിതയാണ് അഞ്ജു രതി റാന. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിലൂടെ കൂടുതൽ കറണ്ട് അഫയേഴ്സ് ഫാക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്